ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തിറക്കി. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19 വോട്ടെടുപ്പ്. കേരളത്തിൽ സുതാര്യവും സുരക്ഷിതവുമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. യുവശക്തിയുടെ പിൻബലത്തിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖല അഭൂതപൂർവമായ വേഗത്തിൽ വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറ്റവുമധികം താപനില രേഖപ്പെടുത്തിയ വർഷം 2023 ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ബാഡ്മിന്റൺ റാങ്കിങ്ങിലെ മികച്ച നേട്ടത്തോടെ പാരീസ് ഒളിമ്പിക്സിന് സ്ഥാനമുറപ്പിച്ച് ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. വാർത്തകൾ വിശദമായി. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തിറക്കി. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ സീറ്റുകളിലാണ് ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിലെ 12 സീറ്റുകളിലും ഉത്തർപ്രദേശിൽ 8 മധ്യപ്രദേശിലെ 6 സീറ്റുകളിലും ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും. ഉത്തരാഖണ്ഡ്, അസം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലും ബീഹാറിലെ 4 സീറ്റുകളിലും പശ്ചിമബംഗാളിലെ 3 ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ 2 സീറ്റുകളിലും ഛത്തീസ്ഗഡ്, മിസോറാം, നാഗാലാന്റ്, സിക്കിം, ത്രിപുര, ആൻഡമാൻ നിക്കോബാർ, ജമ്മു കാശ്മീർ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലും ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. 1.25 ലക്ഷം സ്റ്റാർട്ടപ്പുകളും 110 യൂണിക്കോണുകളുമുള്ള ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തിയുടെ പിൻബലത്തിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖല അഭൂതപൂർവമായ വേഗത്തിൽ വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയിലെ യുവജനങ്ങൾ തൊഴിൽ അന്വേഷകരാകുന്നതിനു പകരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പാതയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് വിപ്ലവം ഇന്ന് നയിക്കുന്നത് രാജ്യത്തെ ചെറുപട്ടണങ്ങളിലെ യുവജനങ്ങളാണ്. കൃഷി, വസ്ത്രം, മരുന്ന്, ഗതാഗതം, ബഹിരാകാശം എന്നിവയ്ക്കൊപ്പം യോഗ, ആയുർവേദം തുടങ്ങിയ മേഖലകളിൽ വരെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. പേറ്റന്റ് വേഗത്തിൽ ഫയൽ ചെയ്യുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും പ്രധാനമന്ത്രി സംരംഭകരോട് ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഡിജിറ്റൽ സേവനങ്ങളുടെ വിപുലീകരണത്തിനായി നൂതന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വികസനത്തിന് നേതൃത്വം നൽകുന്ന ഫിൻടെക് സ്റ്റാർട്ടപ്പുകൾക്കുള്ള പിന്തുണയുടെ സ്തംഭമായി UPI മാറുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യത്തെ 45%-ലധികം സ്റ്റാർട്ടപ്പുകളും സ്ത്രീകളാണ് നയിക്കുന്നത് എന്നത് രാജ്യത്തിന് അഭിമാനം പകരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം നാളെ മുതൽ ആരംഭിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യേൽ വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെയുമായി ശ്രീ മോദി ചർച്ച നടത്തും. കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ബൾഗേറിയൻ കപ്പലിലെ 7 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി അറിയിച്ച് ബൾഗേറിയൻ പ്രസിഡന്റ് റുമൻ റാദേവ്. ഇക്കാര്യത്തിൽ നന്ദി അറിയിക്കുന്നതിനായി അദ്ദേഹം ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ ടെലിഫോണിൽ വിളിക്കുകയായിരുന്നു. റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്ളാഡിമിർ പുടിന് ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് യോജിച്ച ശ്രമങ്ങൾ നടത്താൻ ഇരു നേതാക്കളും ധാരണയായി. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷനുമായ പശുപതി കുമാർ പരാസ് രാജിവെച്ചതിനെ തുടർന്നാണ് തീരുമാനം. നിലവിൽ ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ചുമതലയാണ് ശ്രീ കിരൺ റിജിജുവിന് ഉള്ളത്. 2024 സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ ജൂൺ 16 മാറ്റിവെക്കാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചു. മെയ് 26 പരീക്ഷ നടത്താനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നതെങ്കിലും പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാലാണ് പരീക്ഷ മാറ്റിവെച്ചത്. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ചൂടേറിയ വർഷം 2023 ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട്. നേരത്തെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനിലയേക്കാൾ 1.45 ഡിഗ്രി സെൽഷ്യസ് അധിക ചൂടാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. ഇന്നലെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഹരിതഗൃഹവാതകത്തിന്റെ അളവും താപനിലയും ഉൾപ്പെടെയുള്ള സൂചിക അപകടനിലയിൽ എത്തിയതായാണ് കാണിക്കുന്നത്. സമുദ്രോപരിതല മർദ്ദത്തിലും അമ്ലീകരണത്തിലും ദോഷകരമായ മാറ്റങ്ങളും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ 10 ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത നാളെ വരെ തുടരും.
പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ 38 ഡിഗ്രി വരെയും അനുഭവപ്പെടും. കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രിയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രിയുമാണ് താപനില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ബാഡ്മിന്റൺ BWF റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ 13ാം സ്ഥാനത്തെത്തി. ഫ്രഞ്ച് ഓപ്പണിലും ഓൾ ഇംഗ്ലണ്ട് ഓപ്പണിലും സെമിഫൈനൽ വരെ എത്തിയ മികച്ച പ്രകടനത്തെ തുടർന്നാണ് കുതിപ്പ്. ഇതോടെ 2024 പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള സ്ഥാനം സെൻ ഉറപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. സുതാര്യവും സുരക്ഷിതവുമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. മാർച്ച് 18 വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ 2,72,80,160 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,31,84,573 പുരുഷ വോട്ടർമാരും 1,40,90,250 സ്ത്രീ വോട്ടർമാരുമുണ്ട്. 85 വയസ്സ് പിന്നിട്ട 2,49,960 വോട്ടർമാരും 100 വയസ്സ് പിന്നിട്ട 2,999 പേരുമുണ്ട്. 3,70,933 യുവ വോട്ടർമാരും 88,384 പ്രവാസി വോട്ടർമാരുമുണ്ട്. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. മാർച്ച് 25 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായിരിക്കും. വോട്ടെടുപ്പിനായി 25,177 ബൂത്തുകളും 181 ഉപബൂത്തുകളുമടക്കം ആകെ 25,358 ബൂത്തുകളുണ്ടാകും. പൊതുജനങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് കോൾ സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി. ജില്ലകളിൽ 1950 എന്ന നമ്പരിലും ചീഫ് ഇലക്ടറൽ ഓഫീസിൽ 1800425195 എന്ന നമ്പരിലും ബന്ധപ്പെടാവുന്നതാണ്. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ സി-വിജിൽ എന്ന ആപ്പിലൂടെ അറിയിക്കാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് ബേപ്പൂർ ഹാർബറിലും വിവിധ കലാലയങ്ങളിലും സന്ദർശനം നടത്തി. വൈകിട്ട് കോഴിക്കോട് സൌത്ത്, കുന്നമംഗലം, കൊടുവള്ളി മണ്ഡലത്തിലായിരുന്നു പര്യടനം. LDF സ്ഥാനാർത്ഥി എളമരം കരീം കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി MD രമേശിന്റെ 2ാം ഘട്ട പ്രചരണ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് ഇന്ന് പ്രചരണ പരിപാടികളില്ലായിരുന്നു. UDF സ്ഥാനാർത്ഥി ശശി തരൂർ നെയ്യാറ്റിൻകര ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉള്ളൂരിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം VM സുധീരൻ ഇന്ന് രാവിലെ നിർവഹിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഇന്ന് പൊതുപരിപാടികൾ ഉണ്ടായിരുന്നില്ല. LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ജനങ്ങളെ നേരിട്ട് കാണുന്ന തിരക്കിലായിരുന്നു ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് സി-വിജിൽ ആപ്പ് വഴി അറിയിക്കാം. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനമാണിത്. പരാതി ലഭിച്ച് 100 മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. സി-വിജിൽ ആപ്പ് വഴി എറണാകുളത്ത് ഇതുവരെ 293 മലപ്പുറത്ത് 25 പരാതികൾ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ തുടർച്ചയായ 7ാം വർഷവും ഫിൻലൻഡ് ഒന്നാമത്. ഇന്ന് പ്രസിദ്ധീകരിച്ച വാർഷിക വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഫിൻലൻഡിന്റെ അയൽരാജ്യങ്ങളായ സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലൻഡ് എന്നിവയും ആദ്യ 10ൽ സ്ഥാനം നിലനിർത്തി. അമേരിക്കയും ജർമ്മനിക്കും പകരം കോസ്റ്ററിക്കയും കുവൈറ്റും ആദ്യ 20ൽ പ്രവേശിച്ചു. അന്താരാഷ്ട്ര സന്തോഷ ദിനത്തോടനുബന്ധിച്ചാണ് പട്ടിക പുറത്തുവിട്ടത്. 143 രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാനാണ് അവസാന സ്ഥാനത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തിറക്കി. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19 വോട്ടെടുപ്പ്. കേരളത്തിൽ സുതാര്യവും സുരക്ഷിതവുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. യുവശക്തിയുടെ പിൻബലത്തിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖല അഭൂതപൂർവമായ വേഗത്തിൽ വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറ്റവുമധികം താപനില രേഖപ്പെടുത്തിയ വർഷം 2023 ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ബാഡ്മിന്റൺ റാങ്കിങ്ങിലെ മികച്ച നേട്ടത്തോടെ പാരീസ് ഒളിമ്പിക്സിന് സ്ഥാനമുറപ്പിച്ച് ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.